ദുബായിലായിരുന്നല്ലോ പുറത്തായിരുന്നല്ലോ. ഓക്കെ, അവിടുന്ന് എന്താ റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്? മോഹൻലാലിന്റെ ഫാൻസ് തല്ലി വിളിച്ചതാണെന്നൊരു സോഷ്യൽ മീഡിയ പരാമർശം കേൾക്കുന്നുണ്ട്. അതൊന്നും അവിടെ നടന്നിട്ടില്ല, ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. മോഹൻലാലിന്റെ ഫാൻസിന്റെ ഇതുവരെ അടി കിട്ടിയിട്ടില്ല. എനിക്കറിയത്തില്ല ഇനി മോഹൻലാലിന്റെ പടം റിലീസ് ആവുന്നതിന്റെ അകത്ത് ചെന്ന് കയറിയാൽ ഇവരെന്ത് ചെയ്യും ചിലപ്പോൾ പറയാൻ പറ്റില്ല. അന്നത്തെ ദിവസം ഇവർക്ക് സന്തോഷം, ഇവർ പാവം പിടിച്ച മനുഷ്യരും കൂടാ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളം. എനിക്ക് വേണേ പറയാം കേട്ടോ, വെറുതെ തെറി പറയാം. അതായത് ഈ കമന്റ് ഒക്കെ വായിച്ചിട്ട് നാഗസൈനന്തി പറയത്തില്ലേ തെറി, പച്ചത്തെറി വിളിക്കാം, അതിന് കുഴപ്പമില്ല. നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചറ്റ നാറി, നിന്നെ ആർക്ക് വേണം? ഞാൻ വേറൊരു കണ്ടന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ശ്രീനിവാസൻ മരിച്ച സമയത്ത്. അതെന്താ അങ്ങനെ പ്രതികരിച്ചു? അത്രയും ആൾക്കാർ റെസ്പെക്ടോടെ കാണുന്ന ഒരാളുടെ ആൾക്കാർ റെസ്പെക്ടോടെ കാണുന്ന എനിക്ക് ശ്രീനിവാസനോട് വലിയ റെസ്പെക്ട് ഒന്നും ഇല്ല. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ. ശ്രീനിവാസനെ സംബന്ധിച്ച് ശ്രീനിവാസൻ ഒരു ആക്ടർ മാത്രമല്ല, ഡയറക്ടറാണ്. അങ്ങനെ കുറെ ഏരിയാസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഞെട്ടണോ? എനിക്ക് ഞെട്ടൽ തോന്നിയില്ലെന്നേ, എനിക്കത് ഒരു പുച്ഛം പോലെ തോന്നിയത്. അല്ല, താൻ മരിച്ച റെസ്റ്റിന്റെ എന്തോ പറയുന്നത്, ഞാൻ റെസ്റ്റ് ഇൻ സോഷ്യൽ മീഡിയ, അത് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെയൊന്നും അല്ലേ ചെകുത്താനും. ആ റെസ്റ്റിന് എവിടെ ആയിരിക്കും? വല്ല സെറ്റിട്ടാങ്ങനൊക്കെ പറയായിരിക്കും ഇമാര്. അങ്ങനെ അത്രേ ഉള്ളു. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. എനിക്ക് പിന്നെ അത്ര ഭയങ്കര വലിയ നടനായിട്ട് തോന്നുന്നില്ല, അല്ല അത്ര വലിയ സംവിധാനമായിട്ട് തോന്നുന്നില്ല ശ്രീനിവാസനെ. കാരണം വെച്ചാൽ ഞാൻ ഈ മലയാള സിനിമ മാത്രമല്ലോ കാണുന്നത്. അതതിന്റെ കുഴപ്പമായിരിക്കും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. ശ്രീനിവാസനെ മരിച്ച സമയത്ത് ചെകുത്താനും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അല്ലല്ല, ഈ ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ടാണ് എഴുതി വിടുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ശ്രീനിവാസൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ. ക്രിസ്ത്യൻ സിനിമ എന്നൊക്കെ എഴുതി വെക്കുന്നു. ആഗ്രഹിച്ച കാരണം വരുന്നതല്ലോ, കൊണ്ടുവന്നെയാണല്ലോ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അപ്പൊ പറഞ്ഞു വരുന്നത് ഇതൊരിക്കലും റീച്ചിന് വേണ്ടിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് അപ്പൊ അത് തോന്നുന്നു, ഞാൻ ഇത് കണ്ടില്ല, ഞാൻ പറയത്തില്ലെന്നേ. ഓക്കെ, അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരും മാനസിക രോഗികളാണ്. ഒരുപാട് ഓവറായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്, സൂക്ഷിക്കണം. ദൈവത്തിൽ ഒത്തിരി വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ഈ ഇല്ലാത്തൊരു സാധനം ഒത്തിരി അങ്ങ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ മാനസിക രോഗികളാ. അത് ഉറപ്പാ. പണ്ടുള്ളവർക്കും വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ കൂടുതലായിട്ട് കാണിക്കും ആൾക്കാർ, ഈ ഓവറാക്കും. അത് മെന്റലാണ് അവരെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുത്താൽ ശരിയാവും. അതൊരു പ്രത്യേകതരം മാനസികാവസ്ഥ തന്നെ, ഒരാളെ ഇങ്ങനെയൊക്കെ ആരാധിച്ച് കാണുക. അത് സിനിമ. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവര് ചെയ്യുന്നു, അപ്പൊ നമുക്ക് ആരാധിക്കുന്നു.